നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്റെ സേവ ചെയ്തിടുവാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്റെ സേവ ചെയ്തിടുവാൻ. എന്നിൽ സ്വഭാവമേ പരനേ മഹാദയാൽ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എന്നെ നടത്തും ആ പൊന്നുകരമോ ഓരോ നാളിലും കൂറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ ഓരോ നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്. ഓരോ നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആ ഇന്ദ്രസ്വരത്താൽ
ഒരു കാതെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഓരോ നാളും മന്ദമാകില്ല. ബലത്താൽ നടത്തിയതാൽ ഹല്ലേലൂയ പാടിടും. ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ ഹല്ലേലൂയ പാടിടും. ഒരു സങ്കേതമുണ്ട്, ഓരോ നാളിലും വാതിലടയുന്നില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്,
ഓരോ നാളിലും വാതിലടയുകില്ല. തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ഓട് നൽകും യേശുവിൻ മാർവ്. തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂട് നൽകും യേശുവിൻ മാർവ്. ഹല്ലേലൂയ പാടിയിടും അത്ഭുതബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആയിരസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും അത്ഭുതബലത്താൽ നടത്തിയതാ. ഹല്ലേലൂയ പാടിയിടും ആയിരസ്വരത്താൽ നയിച്ചതിനാൽ. നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നുവരെയും അത് കുറഞ്ഞിട്ടില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹല്ലേലൂയ പാടിയിടും അത്ഭുതബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആയിരസ്വരത്താൽ നയിച്ചതിനാൽ. ഹല്ലേലൂയ പാടിയിടും അത്ഭുതബലത്താൽ നടത്തിയതാൽ. ഹല്ലേലൂയ പാടിയിടും ആയിരസ്വരത്താൽ നയിച്ചതിനാൽ. വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലഭൻ നീ എന്നഭയം. വന്നിടുമോ പിന്നെ ഭയം. വല്ലഭൻ നീ എന്നഭയം. വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപ പെരുന്നതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപ
എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പ ഉണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പ ഉണ്ട്, നല്ലൊരു എല്ലാ തരങ്ങളും തുറന്നു
കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇതിനകത്തൊരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ദയവായി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. പറ്റുമെങ്കിൽ ഇച്ചിരി മുന്നോട്ട് നിങ്ങൾ കയറിയിരുന്നാൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഷധരമന അറിയാധല നിങ്ങൾ ഒരു ശകലം കൂടെ ഷധരമന ഇങ്ങോട്ട് കയറിയിരുന്നാൽ. ഹല്ലേലൂയ. യെസ് താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ മുന്നോട്ട് കയറിയിരുന്നാൽ അത് നന്നായിരുന്നു. ആൻഡ് ഇങ്ങോട്ടിങ്ങ് വന്നാൽ നല്ലതായിരുന്നു. ഷധരമന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ ഇരുന്നോ, നോ പ്രോബ്ലം. ഷധരമന. ആ ഗാനം ഒരിക്കൽ കൂടെ, കൊതിയാണപ്പാ, ഒരുമിച്ചൊന്ന് ചേർന്ന് പാടിക്കാട്ടെ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ ഒന്ന് ചേർന്നൊന്ന് പാടിക്കേ. കൊതിയാണപ്പാ ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ നിറഞ്ഞു. കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാൻ. ഒന്ന് പാടിക്കേ. കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ ചെയ്യുവാൻ. കൊതിയാണപ്പാ 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 ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം കൊതിയാണപ്പാ. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം ഹല്ലേലൂയ. പാട്ടിൻ്റെ വരികൾ എത്ര പേരെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നാം പാടിയത് എന്താ? ഒന്ന് പറഞ്ഞേ, കൊതിയാണപ്പാ. ഒന്ന് പറഞ്ഞേ, കൊതിയാണപ്പാ. ജീവിതത്തിൽ ഒത്തിരി കാര്യത്തിന് കൊതിയുണ്ടല്ലേ? എന്തെല്ലാം കാര്യത്തിന് കൊതിയുണ്ട്. ഹല്ലേലൂയ. ചില ആഹാരം കഴിക്കാൻ നമുക്ക് കൊതിയില്ലേ? ഷാധാറാമ സേഥേരിയാദന. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ ആ സാന്നിധ്യത്തിൽ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ
മണിക്കൂറുകൾ പോകുന്ന അറിയത്തില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഒന്ന് യേശുവിനെ ഒന്ന് ധ്യാനിച്ചാട്ടെ. എനിക്കറിയാം ഇന്ന് ഇതിനകത്ത് ആ ദൈവിക സാന്നിധ്യം ഇതിനകത്തുണ്ട്. Come on Holy Ghost, come on Holy Ghost. എല്ലാവരും ഒന്ന് ആദരം തുറന്നൊന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ ഒന്ന് വാ തുറന്ന് ഹല്ലേലൂയ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് ആരാധിക്കാം. ഷാധാരാമ ഹാർഥാരാമാന അറിയാതലരകഥന ഒന്ന് വിട്ടുകൊടുത്തു. ആത്മാവിൽ ഒന്ന് വിട്ടുകൊടുത്തു. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് വിട്ടുകൊടുത്തു. ഇന്ന് ഇതിനകത്ത് ഭയങ്കര സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കും. പരിശുദ്ധ ആത്മാവിനോട് പറയുന്നു, വലിയ സൗഖ്യങ്ങൾ, നാളുകളായുള്ള ബന്ധനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് അഴിച്ചു മാറ്റാൻ ഒന്ന് ഫ്രീ ആയിട്ട് ഷാഥാലാമാന ഇതിനകത്തെ എല്ലാ പാരമ്പര്യത്തിൻ്റെ കെട്ടുകളും, എല്ലാ രോഗത്തിൻ്റെ ആത്മാവിനെയും, എല്ലാ ശാരീരിക നുഖത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഓ ശാലാധാല മന ധര ധര അഥ രാജ വൈഡ മാന ധാര മാന അർത്ഥല ജാനക വൈഡല ജാനക അർത്ഥല ജാന. ഒന്ന് കരമടിക്കാമെങ്കിൽ ഒന്ന് കരമടിച്ച് ആത്മനിറവിൽ ഓ ശാധരമന ഒന്ന് വിട്ടുകൊടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ അഴിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയുന്നു. ഹല്ലേലൂയ. ഓലേ ദേരേ ശരബബബബ ഓ ലഖറബസേ തെരിയാദരമനബ ഹാർഥലമന ഹതുരിയാദര. സാന്നിധ്യം കൊതിച്ച പുരോഹിതന്മാർ, സാന്നിധ്യം കൊതിച്ച പ്രവാചകന്മാർ, സാന്നിധ്യം കൊതിച്ച അഭിഷക്തന്മാർ വേദപുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം പഴയ നിയമത്തിലെ ഹാനോക്കിനെ അറിയാവുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഹാനോക്കിനെ പറ്റി വചനം പറയുന്നത് എന്താണെന്നറിയാമോ? 300 വർഷം. ചെറിയ ഇയർ അല്ല. എത്ര വർഷമാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. 300 വർഷം ഹാനോക്ക് ആരുടെ കൂടെ നടന്നെന്നാ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിനകത്തിരിക്കുന്നവരെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ ആ മനസ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് മുന്നോട്ട് കയറിക്കുക, കുഴപ്പമില്ല. ഇവിടെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലം. ഞാൻ നിങ്ങളുടെ ഹാർട്ടിനോടാണ് സംസാരിക്കുന്നത്. ഇതൊരു ഉപരിവിപ്ലവത്തിൻ്റെ മീറ്റിംഗ് അല്ല. ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഒരു 2.5 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ ഇതിനകത്തിരിക്കും. പക്ഷേ നമ്മൾ ഇരിക്കുന്ന സമയം യേശുവിൻ്റെ കൂടെ. ഹല്ലേലൂയ. ഒരാഴ്ചയിൽ 1 മീറ്റിംഗ് ഉണ്ടാകാം, ഒരാഴ്ച 2 മീറ്റിംഗ് ഉണ്ടാകാം, ഒരാഴ്ച 3 മീറ്റിംഗ് ഉണ്ടാകാം, ആഴ്ചയിൽ 7 ദിവസവും മീറ്റിംഗ് ഉണ്ടാകാം. വന്നു എന്ന് പറഞ്ഞതിൽ കാര്യമല്ല. ഇവിടെ പാട്ടുകൾ പാടുന്നുണ്ട്, അന്തരീക്ഷം അതിന് കാരണമല്ല. ഞാൻ വന്നിരുന്നാൽ യേശുവിനോട് കൂടെ ചേർന്ന് ഞാൻ വേറൊരു വീട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാം. ഒരു മരണം നടന്ന വീടാ, ലാസറിന്റെ വീട്. ഒന്ന് കര ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ലാസറിന്റെ ഭവനം. ലാസറിന്റെ മരണം നടക്കുന്നതിന് മുമ്പ് ആ വീടിന്റെ അന്തരീക്ഷം നിങ്ങൾക്കറിയാവോ? 2 സഹോദരിമാർ ആ വീട്ടിലുണ്ട്. മാർത്ത, ഒന്ന് വാ തുറന്ന് പറഞ്ഞേ. മാർത്ത, മറിയ. 2 സഹോദരിമാർ. ഈ 2 സഹോദരിമാരും ആ വീട്ടിലുള്ളപ്പോൾ യേശു അവിടെ വരും. ഒരു സഹോദരി യേശുവിന് ഭക്ഷണം ഉണ്ടാക്കാൻ കിച്ചണില.
പക്ഷെ മറ്റൊരു സഹോദരിയുണ്ട്, മറിയ. അവൾ യേശുവിൻ്റെ. ഇന്ന് ഇതിനകത്തിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാം ഒന്ന് മാറ്റിവെച്ച്, വീട്ടിൽ അതില്ല, വീട്ടിൽ ഇതില്ല. ഇന്ന് ഞാൻ ഇതിനകത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഷാഥാറാമാന, ഇതിനകത്ത് വന്ന നിങ്ങൾ ഒത്തിരി ഭാരവുമായിട്ടാണ് വന്നത്. ജപ്തി നോട്ടീസുമായിട്ടായിരിക്കാം ഇതിനകത്ത് വന്നത്. വലിയ കടവുമായിട്ടായിരിക്കാം ഇതിനകത്ത് വന്നത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് യേശുവിന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ somebody shakalase hartoleke ആരാ ഇത് സ്വീകരിക്കുന്നേ? ആരാ ഇത് സ്വീകരിക്കുന്നേ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ I command in the name of Jesus, every yoke of the darkness be. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇതിനകത്ത് സംഭവിച്ചു തുടങ്ങുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞ പദം കേൾക്കണോ? യേശുവിനെ ആദ്യം എതിരേറ്റത്, മരിച്ച വീട്ടിൽ ലാസർ മരിച്ചു 4 ദിവസമായി ആദ്യം എതിരേറ്റത് മാർത്തയാ. പക്ഷെ ഗുരു പറയുന്നു മറിയയുടെ യേശു കർത്താവ് പറയാ, മറിയെ വിളിക്കേ, മറിയയുടെ ചെന്ന് പറ, പാദപീഠത്തിങ്കൽ ഇരിക്കുന്നവനെ മറക്കാത്തൊരു ദൈവ, പാദപീഠത്തിങ്കൽ ഇരിക്കുന്നവനെ ഈ ദൂത് ശക്തമാക്കട്ടോ, ഈ ദൂത് ശക്തമാക്കട്ടോ. യേശുവിന്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുന്ന നിന്നെ അത്ഭുതമായ ആശ്ചര്യമായ നാമമേ, Thank you, Spirit of God. നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ മാത്രം, അങ്ങേക്ക് തുല്യനായ മാത്രമില്ല മേല അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ മാത്രം, അങ്ങേക്കു തുല്യനായ മാത്രം.
എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാ നാമത്തിനും മേലായ നാമം. ഒന്ന് കരമുയർത്തി പറഞ്ഞേ യേശുവിൻ്റെ നാമം. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ യേശുവിൻ്റെ നാമം. നിങ്ങളുടെ കരം എത്ര ഉയർത്താമോ അത്രത്തോളം ഒന്ന് ഉയർത്തിപ്പിടിച്ചേച്ച് പറ യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ യേശുവിൻ്റെ നാമം. ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛാ ശരീരത്തിനകത്ത് ഒരു ആത്മമണ്ഡലത്തെ ദൈവത്തിന്റെ ആത്മാവിന്ന് തുറന്നു വിടുകയാ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. എല്ലാറ്റിനും മീതെ, എല്ലാറ്റിനും മീതെ ശേരിധാരാമന. ഇന്ന് ഇതിനകത്ത് യേശുവിന്റെ നാമത്തിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഒരു വേദഭാഗം വായിച്ച് ഇന്ന് ഈ ഹാളിൽ വെച്ച് നടത്തുന്ന ആദ്യത്തെ മീറ്റിംഗ് ആണല്ലോ. ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇതിനകത്ത് നമ്മുടെ മീറ്റിംഗ് ഈ ഹാളിൽ ആദ്യമായിട്ടാണ് നടത്തപ്പെടുന്നത്. YWCA ഹാളിൽ വെച്ചായിരുന്നു ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഷാഥറബ സേഥരിയാദന ഹർത്തല റഗാദന. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം യെസ് ആമേൻ. ഹല്ലേലൂയ. ഒരു റിക്വസ്റ്റോടുണ്ട്, പറ്റുമെങ്കിൽ അങ്ങോട്ടങ്ങ് നീങ്ങിയിരുന്നാൽ വരുന്നവർക്ക് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. നമുക്കറിയാം കുറച്ച് പേരൂടെയൊക്കെ വരാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്നവർക്ക് ഇരിക്കാനുള്ള എളുപ്പത്തിന് ഓക്കെ, നോ പ്രോബ്ലം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഇന്ന് ഈ മീറ്റിങ്ങിന് ആദ്യമായിട്ട് വരുന്നവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് കരവീർത്തിക്കേ. യെസ്, ആമേൻ. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഓക്കെ, സ്തോത്രം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒന്ന് എഴുന്നേറ്റ് നാട്ടെ. ആദ്യമായിട്ട് വരുന്നവർ, ഇതുവരെ YWCA മീറ്റിങ്ങിലൊന്നും വന്നിട്ടില്ല, നമ്മുടെ മീറ്റിങ്ങിൽ ആദ്യമായിട്ട്. യെസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളോട് ദൈവം സംസാരിക്കുമെന്ന്, നിങ്ങളോട് കർത്താവിന് ഇന്ന് ദൈവശബ്ദം ഉണ്ട്. നിങ്ങളോട് ഇന്ന് ആദ്യമായിട്ട് വന്നവർക്ക് സമിസിനെ കാണാനും പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. ഓഫീസിലുണ്ടാവും. ഇതിന് ശേഷം പേഴ്സണലായിട്ട് നിങ്ങളെ പ്രാർത്ഥിച്ചിട്ടേ വിടത്തുള്ളൂ. ബാക്കിയുള്ളവർക്കും പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഒരു വാക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് ഇതിനകത്ത് ആദ്യമായി വന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രക്തം ഇവിടെ മേൽ തളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിഷയങ്ങൾ എന്ത് തന്നെയുമായാലും ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ആത്മസാന്നിധ്യം ഇവരെ തൊടും. നാളിതുവരെ അനുഭവിക്കാത്ത ആത്മമണ്ഡലത്തിൻ്റെ ശക്തി ദൈവം ഇവരുടെ മേൽ പകരുന്നത് കൊണ്ട് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദയവായിരുന്നാട്ടെ. ഹല്ലേലൂയ. ആ 70 പേർ സന്തോഷത്തോടെ, ആ 70 പേര് സന്തോഷത്തോടെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാ, കേൾക്കണേ, ഇതിനകത്തുനിന്ന് നിങ്ങൾ പോകുന്നത് എങ്ങനെയാ പോകുന്നതെന്ന് അറിയാവോ? ബി ഹാപ്പി. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്ത് വെച്ച് പറ, ഞാൻ സന്തോഷത്തോടെ പോകുന്നു പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരം കൊടുത്ത് സന്തോഷത്തോടെ പോവാ. യെസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ജോയിൻ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒന്ന്, നിങ്ങൾക്ക് അടുത്തിരിക്കുന്ന ആളിനെ പരിചയമില്ലല്ലോ, ഒന്ന് ചിരിച്ചോണ്ട് പറയണം. നമ്മളിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ 70 പേര് എങ്ങനെ വന്നു? സന്തോഷത്തോടെ, സന്തോഷത്തോടെ മടങ്ങി വന്നു. അപ്പൊ മടങ്ങി വന്നാൽ അതിനു മുമ്പ് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
ഹാലേലൂയ. മടങ്ങി വന്നെന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങളുടെ ഒരു കൊച്ചു കുഞ്ഞ. ഹാലേലൂയ. പൈതലിനെ ദിവസമായിട്ട് ഇവിടെ നിന്നോട്ടെ. ഷാഥാലമാന ഹാദരമന. മടങ്ങി വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയക്കപ്പെടണം, അല്ലേ? മടങ്ങി വരണമെങ്കിൽ ആരെങ്കിലും ഒരിടത്ത്, ഇപ്പം ഞാൻ പറയാം, ഹാലേലൂയ, ഒരാൾ മടങ്ങി വന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളെ അയക്കണം. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഞാൻ ഒരാളെ പറഞ്ഞയച്ചാൽ ആ വ്യക്തി ആ കാര്യം സാധിച്ചിട്ട് മടങ്ങി വരുന്നു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ ജീസസ് ഹൗസിൻ്റെ പ്രെയർ പോർട്ടലിൻ്റെ ലൈനിനകത്ത് ആ ഒരു ഇതിനകത്ത് ഞാനിട്ട വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്, എൻ്റെ വചനം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഭാഗമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റെ വചനമായിരിക്കും. എൻ്റെ വചനമായിരിക്കും. ഹല്ലേലൂയ. മനുഷ്യർ പറയുന്ന വചനമല്ല, പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും. ആ വചനം വെറുതെ എൻ്റെ അടുക്കൽ വരാതെ, ഹല്ലേലൂയ, വെറുതെ എൻ്റെ അടുക്കൽ വരാതെ എനിക്കിഷ്ടമുള്ളത്, ഓ രാധാരാമാനാ അത് നിവർത്തിക്കുകയോ ഞാൻ അയച്ച കാര്യം, ഓ രഞ്ജു സിസ്റ്ററെ, അയച്ച കാര്യം സാധിക്കും. അയച്ച കാര്യം, വീടിനകത്ത് അയച്ച കാര്യം സാധിക്കോ? ഇന്ന് ആത്മാവ് പ്രവചിക്കുന്നല്ലോ, വന്ന കാര്യം സാധിക്കോ? ഓ ജീസസ്, ജീസസ്, യേശു കർത്താവ് തൊടുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ 70 പേർ മടങ്ങി വന്നു. ആ 70 പേർ മടങ്ങി വന്നു എന്ന് വായിക്കുന്നു. എന്തിനാ അവർ പോയെന്നറിയാമോ? 10-1 വായിക്കുമ്പോൾ നമുക്കറിയാം, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. എന്തിനാണെന്നറിയാവോ? കേൾക്കണം, ഞാൻ സാന്നിധ്യത്തെ വെച്ചാ പറയുന്നത്. നാം പാടിയത് കൊതിയാണപ്പ എന്നാ പാടിയത്. യേശുവിന്റെ കൂടെ ഇരിക്കാനാ പാടിയത്. കേൾക്കണേ ഈ ദൂത്. ഓ എനിക്കറിയാം, ഇതിനകത്ത് ഭയങ്കരമായൊരു ആത്മ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കോ, അതായത് യേശു ചെല്ലാനുള്ള ഓരോ പട്ടണത്തിലേക്കോ തനിക്ക് മുമ്പായിട്ട് രണ്ടായിട്ട്, ഓ ഞാനിങ്ങനെ പറയാം, യേശു ഒരിടത്ത് പോകുന്നുണ്ടെങ്കിൽ, യേശു ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ദൈവം നമ്മളെ അയക്കും. ഓ എന്തിനാണെന്നറിയാമോ? ഒരു വലിയ അത്ഭുതത്തിന് വഴിയൊരുക്കാൻ, ഒരു വലിയ വിടുതലിന് വഴിയൊരുക്കാൻ. പറയുന്നത് നിങ്ങൾ കേൾക്കണം. ദൈവം നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നതിന്റെ പിന്നിലെ ദൈവിക പർപ്പസാ ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വലിയൊരു ദൈവിക മർമ്മത്തിലേക്ക്, വലിയൊരു ദൈവാത്മാവിന്റെ ഒരു നിയോഗത്തിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുകയാ. ചെല്ലുന്നതിന് മുമ്പ് ദൈവം ഒരു 70 പേരെ തെരഞ്ഞെടുത്തു. ജീസസ് സേവ്സ് റിവൈവൽ ഫാമിലിക്കകത്ത് ദൈവം ചിലരെ തെരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവം 70 പേരെ തിരഞ്ഞെടുത്തു. എന്നെ പദം ഭയങ്കരമായി ചലിപ്പിച്ചു. തനിക്ക് മുമ്പായി താൻ പോകേണ്ടടത്ത് തനിക്ക് മുമ്പായി ദൈവം അവരെ, ഇന്ന് പറ, ദൈവം എന്നെ അയക്കാന്ന് പറ. ചില പട്ടണങ്ങളിലേക്ക് ആത്മാവ് പ്രവചിക്കുന്നല്ലോ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തിനാ ഇവരെ പറഞ്ഞയച്ച? ദൈവത്തിനങ്ങ് പോയാ പോരാ? അല്ല, ദൈവത്തിനങ്ങ് പോയാ പോരാ. ഞാൻ ചെയ്തതിലും അധികം ചെയ്യാൻ. ഒരു ദൂതൊന്ന് പറയട്ടെ. നിങ്ങളുടെ വീടിനകത്ത് കേൾക്കണേ, ഇതുവരെ അത്ഭുതം നടക്കാത്തതിന്റെ കാരണം അറിയാവോ? കർത്താവ് ഇറങ്ങി വന്ന് ചില വിടുതലുകൾ ചെയ്യും. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് അത്ഭുതങ്ങൾ നടക്കാത്തതിന്റെ കാരണം നീ പ്രവചിക്കാത്തതാ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സകല മനുഷ്യരോടും, ഇതിനകത്തിരിക്കുന്ന സകല ഭക്തരോടും ഞാൻ പറയാ, നിന്റെ വഴി തുറക്കേണ്ടതും നീയാ. അവര് സന്തോഷത്തോടെ മടങ്ങി വന്നു. അയക്കപ്പെട്ടവര് സന്തോഷത്തോടെ മടങ്ങി വരും. ദൈവം നിന്നെ അയച്ചാൽ നീ ഹാപ്പി ആയിട്ട് തിരിച്ചു വരത്തുള്ളൂ. മടങ്ങി വരത്തുള്ളൂ. ദൈവം നിന്നെ എവിടെങ്കിലും അയക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, അടയപ്പെട്ട രാജ്യങ്ങളുടെ വാതിൽ പരിശുദ്ധാത്മാവ് നിന്നെ സെൻഡ് ചെയ്യുകയാ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ രാജ്യങ്ങളുടെ വാതിൽ അടയപ്പെട്ടു. പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു, രാജ്യങ്ങളുടെ വാതിൽ അടയപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാം റെഡിയായി, എല്ലാ കാര്യങ്ങളും റെഡിയായി, പക്ഷെ പോകാൻ പറ്റിയില്ല. ദൈവാത്മാവ് ഇന്ന് പറയാൻ, ഞാൻ നിങ്ങളെ ഇന്ന് ഈ ദൂതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളെ അയക്കുക. നിങ്ങളുടെ തലമുറകളെ അയക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അയക്കുക. ഓ ഷാധാരാമാന, ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു. പറഞ്ഞു കേൾക്കണോ? കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും. അപ്പൊ ദൈവം നിങ്ങളെ അയച്ചാൽ നിങ്ങളുടെ മുമ്പിൽ അന്യായ നാമങ്ങളെല്ലാം എല്ലാം എന്തോ ചെയ്യും? ഒന്ന് പറ, കീഴടങ്ങുമെന്ന് പറ. വാ തുറന്ന് പറ, കീഴടങ്ങും. യേശുവിന്റെ നാമത്തിൽ. അപ്പൊ സന്തോഷത്തിന് കാരണം എന്താണെന്നറിയോ? ഇതുവരെ പ്രോമിനന്റ് ആയി നിന്നത്, ഇതിനകത്ത് വാണ് നിന്നത്
അവിടെ മുമ്പിൽ എന്തോ ചെയ്തു? കീഴടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് സ്വതന്ത്രം പറഞ്ഞേ. നിങ്ങളുടെ വസ്തുവിന്റെ മേൽ വാഴുന്ന ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിങ്ങളുടെ വസ്തുവിന്റെ മേൽ വാഴുന്ന വസ്തുവുമായി ബന്ധപ്പെട്ട് നാളിതുവരെ അതിനകത്തൊരു ഉയർച്ച ഉണ്ടാകാതെ, ഇത് പറയുമ്പോൾ ദൈവാത്മാവിനോട് പറയുന്നു, യേശു ഒരു 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ സാത്താൻ എന്ന രൂപേണ വന്നിട്ട് പറയുന്നൊരു പദം, ഇതെല്ലാം എന്റേതാ, ഭൂമിയും ഭൂമിയിലുള്ളതെല്ലാം ആരാ? പിശാചാ പറയുന്നേ. പക്ഷെ ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ആർക്കുള്ളതാ? കർത്താവിനുള്ളതാ. പക്ഷെ പിശാച് വന്നേച്ച് പറ, ഇതല്ല നിന്റെ വസ്തുവിനെ നോക്കിയും നിന്റെ ലാൻഡ് നോക്കി. ദൈവാത്മാവ് അങ്ങനെ പറയാൻ പറയുന്നു. വസ്തുവിനെ നോക്കിയിട്ട് പിശാച് പറയാ, ഇതല്ല എന്റേതാ. ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞു നീ കാലു ചവിട്ടുമ്പോൾ, ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ നിന്റെ കൂടാരത്തിൽ നീ കാലു ചവിട്ടുമ്പോൾ, എന്റേതെന്ന് പറഞ്ഞ Thank you, Spirit of God. Thank you, Spirit of God. എന്റേതെന്ന് പറഞ്ഞ അവകാശം പരിശുദ്ധാത്മാവിനോട് പറയുന്നു. കേൾക്കണേ, എന്റേതെന്ന് പറഞ്ഞ അവകാശം പറയുന്ന ശത്രു, എന്റേതെന്ന് പറഞ്ഞ് അവകാശം പറയുന്ന ശത്രു ചുമ്മാ പറയാ, നിന്നെ പിടിച്ചു വെച്ചേക്കുക, അവകാശമാണെന്ന് പറഞ്ഞ് ചുമ്മാ പറയുന്ന. ഇതുവരെ നമ്മൾ ആ മിഥ്യാധാരണയിലാ പോയത്. പക്ഷെ ഇനി നീ കാല് വെക്കുമ്പോൾ അത് നിന്റെ മുമ്പിൽ ഈ പിശാച് എത്ര കാലം നിന്റെ അകത്തിരുന്നാലോ നിനക്ക് സന്തോഷം ഉണ്ടാകത്തില്ല. എന്നാൽ അവൻ കാൽ കീഴാകുമ്പോൾ ഒരു ഭയങ്കര സാന്നിധ്യം വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായി അവകാശം പറയുന്ന യേശുവിന്റെ നാമത്തിൽ ആ അവകാശം പറയുന്ന ദൂതന്റെ പോരുകൾ അഴിയുന്നല്ലോ. ദൈവത്തിന് പകരമായി കർത്താവ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുക. ഇന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ദൈവം നിങ്ങൾക്ക് തരിക. കർത്താവിന് പകരമായിട്ട് നമ്മൾ ഓരോ രാജ്യങ്ങളും അംബാസിഡേഴ്സിനെ ആക്കാറുണ്ട്. ഇന്ത്യൻ അംബാസിഡർ മിക്കവാറും ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അമേരിക്കയുടെ ഒരു പ്രതിനിധി ഇന്ത്യയിലുണ്ട്. അവരുടെ ഓഫീസുണ്ട്. എന്ത് വിഷയം വന്നാലും ആ അംബാസിഡറിന്റെ ഓഫീസ് എന്താ പ്രതികരിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ വീട് ക്രിസ്തുവിന്റെ അംബാസിഡർ ഓഫീസായി മാറുക, പ്രതിനിധി സ്ഥാപനമായി. എനിക്കറിയത്തില്ല മനസ്സിലായോന്ന്. രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ ഓഫീസ് എന്താ പ്രതികരിക്കുന്നതെന്നാ നോക്കുന്നേ.
കർത്താവിനാൽ അയക്കപ്പെട്ട് പോയെങ്കിൽ ഈ ഓഫീസിന്റെ ഉത്തരവാദിത്തം കർത്താവിനുള്ളതാ, ആ റെസ്പോൺസിബിലിറ്റി കർത്താവിനുള്ളതാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞയച്ചുകൊണ്ട് ആ 70 പേരെന്തോ ചെയ്തു? സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്നിട്ട് അവര് പറയാ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നത്. ഒന്ന് രണ്ട് പദം കൂടെ പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ആലയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സൗമ്യ ശുശ്രൂഷിക്കുന്നവർ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നത്. ഞാൻ ദൂത് പറയാം, ഇന്നിതിനകത്ത് വന്നവരുടെ എല്ലാം മുമ്പിൽ ഞാൻ ഇന്ന് ഒത്തിരി രാവിലെ പ്രാർത്ഥിച്ചിട്ടാ നിൽക്കുന്നേ. നിങ്ങളുടെ മുമ്പിൽ സകലതും കീഴടങ്ങും. ആൻറ്റി കീഴടങ്ങും. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വസ്തു സംബന്ധമായ ചില വിഷയങ്ങളിൽ ദൈവം ചിലതിനെ കീഴടക്കാൻ പോവാ. വാദിച്ചു നിൽക്കുന്ന ചില വെല്ലുവിളികളുണ്ട്. ലാഥാറാമാന ഞാൻ കാണുന്നു, 3 ദിക്കിൽ നിന്ന് വാദിച്ചു നിൽക്കുന്ന ഹല്ലേലൂയ ചില ശക്തികൾ എന്നും പോകുന്നത് പോലെ അല്ല. ഇന്നവിടെ കാല് ചവിട്ടുമ്പോൾ പലരുടെ അച്ഛാ പിടിച്ചോത്. ഓ ലാഥാരാമാന ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ശാലാദാരാബാല അർദാരാജ വൈഡാബാല അർദാരാജ വൈഡാബാല ദാരാജാല അർദാരാജ വൈഡാബാല. സന്തോഷത്തോടെ മടങ്ങി വന്നു. അവിടെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നത് അവർ കണ്ടു, സന്തോഷം വന്നു. അപ്പൊ കർത്താവ് പറയുന്ന ഒരു മറുപടി കേൾക്കണേ. അവൻ അവരോട് പറഞ്ഞു, ആരാ? കർത്താവ് യേശു അവരോട് പറഞ്ഞു. ഇതിനിടയ്ക്ക് കർത്താവുമായിട്ടുള്ള സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് കർത്താവുമായിട്ടുള്ള ടോക്കിംഗ് ഉണ്ടാകണം. ഭൂതങ്ങളെല്ലാം പുറത്താവുന്നു എന്ന് പറഞ്ഞിട്ട് ആ വഴി അവർ ശുശ്രൂഷ ചെയ്തങ്ങ് പോയില്ല. പിടികിട്ടിയോ? അവരെന്തോ യേശുവിന്റെ അടുക്കെ മടങ്ങി വന്നു. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു മടങ്ങി വരവ് ഉണ്ടാകണം യേശുവിന്റെ അടുക്കെ. പലയിടങ്ങളിലും പോയ പോക്ക് പിന്നെ അങ്ങ് പോവുക. 10 കുഷ്ഠരോഗികൾ വന്നു, സൗഖ്യമായി. 9 പേരും അങ്ങ് പോയി, ഒരാളെ വന്നുള്ളൂ. നമ്മളെന്തോ വേണം? മടങ്ങി വരണം. എത്ര ദൂരെ പോയാലും മുഴങ്കാലും മടക്കി യേശുവേ എന്ന് പറഞ്ഞിരിക്കുന്ന 1 മിനിറ്റ് ഉണ്ടാകണം. കർത്താവ് അവരോട് പറയാ, സാത്താൻ മിന്നല് പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് എന്താ? എൻ്റെ അർത്ഥം എന്തോ മനസ്സിലായി. ഞാൻ പോയി ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയെ കുടിയിരിക്കുന്ന, ആ വ്യക്തിയെ അവകാശം പറയുന്ന ശക്തി അവനിൽ നിന്ന് പുറത്തു പോന്നു. ദൈവം എന്നെ അയച്ചോണ്ടാ ചെയ്യുന്നേ. പുറത്തു പോന്നു. ഇത് പുറത്തു പോകുന്നത് ആ സമയത്ത് കർത്താവ് കണ്ടത് എന്താണെന്നറിയോ? കർത്താവ് പറഞ്ഞു, ഞാൻ കണ്ടു. എന്താ കണ്ടത്? സാത്താൻ എന്തോ മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായി? ഇപ്പൊ ഞാൻ പറയാം, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെ അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ ദൂരേക്ക് പോവാ. പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അയൽവാസികൾ ആരാണ്ട് വിളിച്ചു പറഞ്ഞു, എൻ്റെ വീടിൻ്റെ കതക് കുത്തി തുറന്നു. ഞാൻ എന്തോ ചെയ്യും? എൻ്റെ യാത്രയെല്ലാം റദ്ദ് ചെയ്തിട്ട് 60 കിലോമീറ്റർ സ്പീഡിൽ പോയ ഞാൻ 120 കിലോമീറ്റർ സ്പീഡിൽ, ഉറപ്പാണോ? എനിക്കിവിടെ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ആളില്ല. അപ്പൊ ഇങ്ങ് വന്നേടാ. നല്ലൊരു പയ്യനാ കേട്ടോ ഇവന്, മിടുക്കനാ ഇവന്, എൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പയ്യനാ. ഇവനൊരു രോഗമല്ല, ഇവന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതുക. ഒരു കുഴപ്പമില്ല, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട പൈതല. ഇവന്റെ മേല് ഒരു ശക്തി
ശക്തി ഇവൻ പറയാതാ പോട്ടെ, ആവസിക്കുന്നെന്ന് കരുതുക, ഉണ്ടായിരുന്നെന്ന് കരുതുക. അവനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ പല്ല് കടിക്കുന്നുണ്ടോ മോനെ? ഇല്ലല്ലോ. അന്ന് അങ്കിൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കുഴപ്പമില്ലല്ലോ. അവൻ ഭയങ്കരമായിട്ട് രാത്രി പല്ല് കടിക്കുമായിരുന്നു, ഭയങ്കരമായിട്ട്. ഒരു ദിവസം വന്ന് എൻ്റെ അടുക്ക പറഞ്ഞു, ഡാഡി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്ന് വരെ അവനത് പലയിടങ്ങളിൽ പറഞ്ഞ് ഞാൻ കേട്ടു. ഓക്കെ, അത് പറയാനല്ല, ഒരു ശക്തി ഇവനിൽ വസിക്കുന്നെന്ന് കരുത്. അപ്പൊ ദൈവനിയോഗത്താൽ ഞാൻ ചെന്നു, ഇവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതായത് ആ പൈശാചിക ശക്തിയുടെ ടെറിട്ടറിയിലേക്കാണ് ആര് ഞാൻ ചവിട്ടിയത്. ഈ വ്യക്തിയുടെ മേൽ അതുണ്ടെങ്കിൽ ഇതിന്റെ മേൽ അവകാശം പറയുന്ന ഒരു അന്തരീക്ഷ മണ്ഡലം മുകളിലുണ്ട്. കേൾക്കുന്നുണ്ടോ? അത് വിട്ടിട്ട് ഇവനെ ഇങ്ങനെ നോക്കിയിരിക്കുക, ഇവൻ എന്താകും, നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അന്നേരം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നേ, അല്ലെങ്കിൽ അഭിഷക്തന്മാർ ചെല്ലുന്നത്, കൈവെക്കുന്നത്. അന്നേരം ഇതിനകത്ത് കുടിയിരിക്കുന്ന ആ ശക്തിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇതിന്റെ സിഗ്നൽ എവിടെ ചെല്ലുമെന്നറിയാവോ? മേളിൽ ചെല്ലും. അപ്പൊ കർത്താവ് കണ്ടത് എന്താണെന്നറിയാമോ? ഇവിടെ ഒന്ന് അഴിയുമ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തിയോടെ അവന്റെ മണ്ഡലം ഇറങ്ങി വരുന്നത്. ഓ റീദാലാമൻ അങ്ങ് പോയിരുന്നു മോനെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ചിലതിനെ അഴിക്കുമ്പോൾ ഈ ദേശത്തിന്റെ അധിപതി അവൻ ഓടി വരും. ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് പറയാം, പൈശാചിക മണ്ഡലങ്ങളെ വെപ്രാളം പിടിപ്പിക്കുന്ന, പൈശാചിക മണ്ഡലങ്ങളെ വിറപ്പിക്കുന്ന somebody shout. തെരഞ്ഞെടുക്കപ്പെട്ട 70 പേര് തന്ന് ഈ 2 പേരായിട്ട് ഓരോ പട്ടണം ചെന്നു. 35 ടീമായി 35 ദേശത്ത് ചെന്നപ്പോൾ അവിടെയുള്ള പൈശാചിക മണ്ഡലത്തെ കൈവച്ചപ്പോൾ അന്തരീക്ഷ മണ്ഡലത്തിൽ വാഴുന്നതെല്ലാം കൂടെ അവന്റെ മേലേക്ക് വരാൻ വേണ്ടി. എന്നിട്ടും അവർ യേശുവിന്റെ അടുക്ക മടങ്ങി വന്നു. ഒരു സൈന്യം നിന്റെ നേരെ, ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാൽ യേശുവിന്റെ അടുക്ക മടങ്ങി വന്നാലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? കൃപമേൽ കൃപ. ഒന്ന് പറഞ്ഞേ, കൃപമേൽ കൃപ. ദൈവത്തിന്റെ അടുക്കലൊക്കെ മടങ്ങി വന്നാൽ തൽസ്ഥിതി ദൈവത്തിന് ബോധ്യപ്പെടും. മടങ്ങി വന്നപ്പോൾ കർത്താവിന് മനസ്സിലായതാണ്ട് ഒരു രാജ്യം മുഴുവൻ അവനെതിരെ നിൽക്കുക. കർത്താവ് കൊടുക്കുന്ന അടുത്ത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിനക്ക് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഈ ദൂത് വളരെ ശക്തമാണ്. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും, ഈ 15 മിനിറ്റ് എന്നല്ല, ഈ 24 മണിക്കൂറെന്നല്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടത്തില്ല. ഒരു നാളും അനാഥനായി വിടത്തില്ല. ശത്രുവിന്റെ ശക്തി എത്ര വന്നാലും കൃപമേൽ കൃപ, കൃപമേൽ കൃപ. 1 മിനിറ്റ് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇരിക്കുന്ന ആ ഇരിപ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഓ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതമായ നാമമേ എന്നുള്ള ഗാനം ഒന്നോടൊന്ന് പാടിക്കേ. 1 മിനിറ്റ് ചേർന്ന് എല്ലാ കണ്ണുകളും അടച്ച് ഈ ഗാനത്തിന്റെ വരികൾ എല്ലാവരും ഒരുമിച്ച്. അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ
അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. കരമെല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. എല്ലാറ്റിലും മേലായ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞിടാനിണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമം, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, 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 അങ്ങേക്ക് അങ്ങേക്കു തുല്യനായ ഓ അങ്ങേക്ക് തുല്യനായ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം. എന്നെ ശക്തനായി മാറ്റുന്ന നാമം. കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. ഭയമെല്ലാം മാറ്റി
അക്കരമെല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. അക്കരമെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. പിതാവേ, അങ്ങയുടെ പൊന്നു തിരുനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. ഈ മാവേലിക്കര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ദൈവം ഞങ്ങൾക്കൊരവസരം ദൈവം ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ മാവേലിക്കര പട്ടണത്തിനകത്ത് ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ കാണാൻ ജീസസ് റിവൈവൽ മിനിസ്ട്രിക്ക് ദൈവം ഭാഗ്യം നൽകി. ഇങ്ങനെ ഒരു അവസരം ദൈവം ദാനമായി നൽകിയത് അങ്ങയുടെ കൃപ മാത്രമാണ്. പുകഴാനും പ്രശംസിക്കാനും ഒന്നുമില്ല. അങ്ങയുടെ പൊന്നു തിരുനാമത്തിൽ ഞങ്ങൾ ഈ പട്ടണത്തിൽ ദൈവനാമ മഹത്വത്തിനായി ഈ സഭ ഒരുമിച്ച് ഈ പട്ടണത്തെ അനുഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിൽ സകല അന്യായ ശക്തിയും കാൽ കീഴാകട്ടെ. ഈ ഹോളിനകത്ത് അന്യായ ശക്തികൾ കീഴടങ്ങുന്ന ഒന്നും ഒരിക്കലും ആർക്കും ഹാനി വരുത്താതെ വലിയ ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ മനസ്സിലാകുന്ന സ്ഥലമായി, ഒരു ഡിവൈൻ ഹീലിംഗ് സെന്ററായി, ഒരാത്മ പകർച്ചയുടെ വലിയ സ്ഥലമായി ദൈവം ഇതിനെ മാറ്റുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് പൊന്നു തിരുനാമത്തെ ഉയർത്തുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദയവായി അതാതിടങ്ങളിൽ ഇരുന്നാട്ടെ. എല്ലാവർക്കും പ്രത്യേകമായ വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ഞങ്ങൾ നിങ്ങളെ ഒത്തിരി ഉത്സാഹിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മണി മുതൽ വൈകിട്ടത്തെ ആരാധന ഇവിടെ വെച്ച് നടത്തുന്നു. നാളെ മുതൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മണിക്ക്. ഇനി എല്ലാ വ്യാഴാഴ്ചയും ഇതിനകത്ത് ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ തേഴ്സ്ഡേയിലും രാവിലെ 10:30 മുതൽ. ഇത് നമ്മൾ 5 വർഷത്തേക്കാണ് പറഞ്ഞെടുത്തേക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് തന്നെ ഇത് നിറയും, എനിക്കറിയാം. ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഡെലിവറൻസ് മീറ്റിങ്ങുകൾ മാറും. ഇതിനകത്ത് ഇതൊരു ഓഫീസായിട്ട് മാവേലിക്കര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത് പ്രവർത്തിക്കും. നിങ്ങളുടെ ആഴത്തിലുള്ള പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളവരൊന്ന് കരയുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്ന സമയമാണ്. നിങ്ങളുടെ കരങ്ങളിലുള്ള ഏറ്റവും നല്ല നന്മ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് വേണ്ടി നല്ല വിത്തിടണം. ഹല്ലേലൂയ. നമുക്കൊരു വയലുണ്ടെങ്കിൽ നമ്മളവിടെ നല്ല വിത്താണ് വിതയ്ക്കുന്നത്. നല്ലതെടുത്ത് കഴിച്ചിട്ട് മോശം ഒരിക്കലും വിതയ്ക്കത്തില്ല. നമ്മൾ അങ്ങനെ വിതച്ചാൽ മോശം ഫലമായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, നല്ലത് നല്ല നിലത്ത് വിതയ്ക്കണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നല്ലത് നല്ല നിലത്ത് വിതയ്ക്കും. ഒന്ന് പറഞ്ഞാട്ടെ, നല്ലത് നല്ല നിലത്ത്. ഇത് രണ്ടും അത്യാവശ്യം. നല്ല വിത്തും ആയിരിക്കണം. എല്ലായിടത്തും കൊണ്ട് വിതച്ചാൽ കിട്ടത്തില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. ഹല്ലേലൂയ. ഞാൻ ഓപ്പൺ ഹാർട്ടായിട്ട് പറയാം, ഇതൊരു ബിസിനസ് അല്ല. അങ്ങനെ ഒരു ചിന്തയെ എനിക്കില്ല, ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് പണ്ട് മുതലേ ഇല്ല, ഇനിയില്ല. പക്ഷെ ഞാനൊരു കാര്യം ഞാൻ പറയാം. ഇത് ഞങ്ങൾ എടുക്കാൻ ആരംഭിക്കുമ്പം 2 വർഷമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഈ കെട്ടിടം. ഇതിനൊത്തിരി കാര്യങ്ങളുണ്ട്. ഇതിങ്ങനൊന്നും അല്ല. ഇതിൻ്റെ ആദ്യമൊക്കെ വന്ന് കണ്ടവരുണ്ട്. മാത്യു സംഘങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് കണ്ടവർ ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ഇത് ഇത്ര ആക്കിയെടുക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. ഇതിന് മുകളിൽ ഷീറ്റ് ഇട്ടു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇതിന് മേളിൽ ഷീറ്റ് ഇട്ടു, സീലിംഗ് ചെയ്തു, വാഷ്റൂം, അങ്ങനെ ഒത്തിരി കാര്യം ചെയ്തു. പക്ഷേ ഇതിനിറങ്ങിയപ്പം ഞങ്ങളുടെ കൈ വരണ്ടു പോയില്ല. ഞങ്ങളുടെ അക്കൗണ്ട് ശൂന്യമായിരുന്നു, പക്ഷെ ഞങ്ങളുടെ കൈ വരണ്ടു പോയില്ല. തക്ക സമയത്ത് ദൈവം വഴികളെ തുറന്നു തന്നു. ഇന്ന് ഞാൻ പറയാം, കഴിഞ്ഞ പ്രാവശ്യം നടന്ന മീറ്റിംഗ് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, 1 രൂപ പോലും കടവില്ലാതെ ഇത്രയും കാര്യം ചെയ്തത്. ഇന്ന് വരെ 1 രൂപ പോലും കടവില്ല. കർത്താവ് നന്നായിട്ട് നടത്തുന്നുണ്ട്. നല്ലത് നല്ല നിലത്ത് വിതച്ചാൽ 100 മടങ്ങ് കൊയ്യും, നിശ്ചയമായും കൊയ്യും. കർത്താവിൻ്റെ വാക്കിൻ്റെ പുറത്താണ്. ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് വിതയ്ക്കാം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നന്മ കരങ്ങളെടുത്ത് വെച്ചാട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ജനത്തിൻ്റെ കരത്തിലിരിക്കുന്ന ഈ നന്മ ദൈവരാജ്യത്തിന് വേണ്ടി ഈ മാവേലിക്കര പട്ടണത്തിനകത്ത് വിതയ്ക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരട്ടെ. ഇവിടെ ശൂന്യതകൾ മാറട്ടെ. അടുത്ത ആഴ്ച ഇതിനകത്ത് സാക്ഷ്യം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മാസം ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ മാസം ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ. പ്രതീക്ഷിക്കാത്ത വഴികൾ ഇവർക്കായി തുറക്കട്ടെ.
അനാവശ്യ ചെലവുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. രോഗങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, അത്യാഹിതങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഇതിനകത്ത് വന്നവരാരും ഹോസ്പിറ്റലിൽ പോയി പൈസ കളയരുത്. ഇതിനകത്ത് വന്നവരുടെ പലിശകൾ നിർത്തലാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ബാസ്ക്കറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മകൾ നിക്ഷേപിക്കാം. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവേ. ദയ ലഭിച്ചോർ നാം